സർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ SFC ആക്ട് 1951 പ്രകാരം സംസ്ഥാനത്തെ ഫോം ചെയ്ത ഒരു ധനകാര്യ സ്ഥാപനമാണ്. ബേസിക്കലി MSME സെക്ടറിന് വേണ്ടി മാത്രം സെൻട്രൽ ഗവൺമെന്റ് ഫോം ചെയ്ത ഒരു ധനകാര്യ സ്ഥാപനം. സോ 1963 ഓൺവേഡ്സ് KFC കേരളത്തിൽ 65,000 MSME യൂണിറ്റ്സ്, എനിക്ക് തോന്നുന്നു ആൾമോസ്റ്റ് കേരളത്തിലുള്ള സെക്കൻഡ് തേർഡ് ജനറേഷൻ എന്റർപ്രൈസസ് എല്ലാം KFC വഴി കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മേ ബി ആഫ്റ്റർ 90s, ആഫ്റ്റർ ലിബറലൈസേഷൻ, ബാങ്ക്സിന് MSME റോൾ കിട്ടിയതിനു ശേഷം KFC റെലവൻസ് കുറഞ്ഞു. സ്റ്റിൽ KFC കുറെ നാല് മീൻസ് സിൻസ് 2008 ഓൺവേഴ്സ് ഒരു റീവാമ്പ് ചെയ്തു. KFC പോളിസീസും പ്രൊസീജിയേഴ്സ് എല്ലാം റീവാമ്പ് ചെയ്ത് ജസ്റ്റ് കംപാക്ട് KFC തിരിച്ചു വന്നിട്ടുണ്ട്. KFC ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് MSME സെക്ടറിലാണ്. അവർ പ്രോഡക്ട്സ് ആർ ബേസിക്കലി MSMEക്ക് മാത്രമുള്ള പ്രോഡക്ട്സ് ലൈക് ടേം ലോൺസ്, MSMEക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടേം ലോൺ പ്രോഡക്ട്സ്, ലോങ് റീപേയ്മെന്റ് പീരിയഡ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് KFC കൊടുക്കുന്നുണ്ട്. ഈവൻ ദോ ബാങ്ക് പോലെ ഒരു CCOD ഫെസിലിറ്റിയിലോട്ട് KFC എത്തിയിട്ടില്ലെങ്കിലും still we are in tie-up with the banks to have working capital facilities for banks. That within a month KFC is going to launch that product. ഷോർട്ട് ടൈം ലോൺസ് കൊടുക്കുന്നുണ്ട്. ബിൽ ഡിസ്കൗണ്ടിങ് KFC വഴി ധാരാളം ബിൽ ഡിസ്കൗണ്ട്, ലൈക് ഗവൺമെന്റ് ബിൽസ്, പെൻഡിങ് ഉള്ള ബിൽസ് എല്ലാം KFC വഴിയാണ് ലാസ്റ്റ് 2 years ബിൽ ഡിസ്കൗണ്ട് ചെയ്തു. MSMEs എല്ലാം വളരെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഗ്യാരണ്ടീസ് KFC ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള MSME സെക്ടറിലുള്ള ഗ്യാരണ്ടീസ് ഫുള്ള് KFC വഴി കൊടുക്കുന്നുണ്ട്. KFCയുടെ മെയിൻ MSME സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന KFC ആയതുകൊണ്ടായിരിക്കും KFCയുടെ SFC ആക്ടിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. കമ്പനിക്ക് വി ഗീവ് മാക്സിമം അപ് ടു 20 crore. നോൺ കമ്പനീസിന് നമ്മളെ ലോൺ പ്രോഡക്റ്റ് 8 crores ആണ് ലിമിറ്റ് ചെയ്യുന്നത്. ഞാനത് പറഞ്ഞു, ടേം ലോൺ ആണ് ആയതുകൊണ്ട് നമ്മുടെ ലോങ് റീപേയ്മെന്റ് പീരീഡ് 10 years ഉണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് KFCയുടെ അട്രാക്റ്റീവ്. MSME സെക്ടറിലെ ഇന്ന് ഇൻഡസ്ട്രി ആവറേജ് എടുത്ത് നോക്കിയാൽ തന്നെ MSME സെക്ടറിലെ ബേസ് റേറ്റ് 9% ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈവൻ ടു KFC മാർക്കറ്റിൽ നിന്നും ബാങ്കിൽ നിന്നും ബോറോ ചെയ്ത് ലെൻഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിട്ട് പോലും വി ബോറോ അറ്റ് ലൈക് 7.5, 7.6 to 8.5 റേഞ്ചിൽ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്ത് വി ലെൻഡ് അറ്റ് 9%. KFCയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ലാസ്റ്റ് 2 years സ്ലാഷ് ചെയ്ത് 9% കൊണ്ടുവന്ന ബേസ് റേറ്റ് ആണ്. ഏറ്റവും മാർക്കറ്റിൽ അട്രാക്റ്റീവ് ആയിട്ടൊരു റേറ്റ് ഇന്ന് MSME കൊടുക്കാൻ പറ്റുന്ന ഒരു KFC ആണ്. ബട്ട് ദാറ്റ് യൂണിറ്റിന്റെ റേറ്റിംഗ് അനുസരിച്ചായിരിക്കും നമ്മൾ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. ആൾമോസ്റ്റ് 10 to 20% KFC കസ്റ്റമേഴ്സും ബേസ് റേറ്റ് 9% ആണ് ചെയ്യുന്നത്. മാക്സിമം 9.5, 10 ഇൻ ആൻ ആവറേജ് വി ക്യാൻ സേ KFC കസ്റ്റമേഴ്സിന് നോർമലി കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത്. സോ KFC MSME സെക്ടറിന് ഏറ്റവും കൂടുതൽ ഒരു അർജന്റ് റിക്വയർമെന്റ് MSME ഒരു ആപ്ലിക്കേഷൻ, ലോൺ ആപ്ലിക്കേഷൻ കിട്ടിയാൽ ഹൗ മെനി ഡേയ്സ് നിങ്ങൾക്ക് ഒരു ഇൻ പ്രിൻസിപ്പൽ ക്ലിയറൻസ് കൊടുക്കാം. പല സമയത്ത് KFCയിൽ വന്ന ഒരു കാലഘട്ടത്തിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ല ബാങ്കിലായാലും എവിടെയായാലും ഒരു ആപ്ലിക്കേഷൻ കിട്ടിയാൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ടൈം എടുത്ത് പ്രോസസ് ചെയ്യുന്ന MSME സെക്ടർ വളരെ ബുദ്ധിമുട്ടായിട്ട് ലാസ്റ്റ് 2 years ആയിട്ട് വി ഹാവ് മെയ്ഡ് എവറിത്തിങ് ഓൺലൈൻ. ഒരു MSME കസ്റ്റമേഴ്സിന് ഇന്ന് കേരളത്തിൽ ലോൺ വേണമെങ്കിൽ KFCയുടെ വെബ്സൈറ്റിൽ പോയി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ഓൺലൈൻ, യു വിൽ ഗെറ്റ് ആൻ ഇൻ പ്രിൻസിപ്പൽ ക്ലിയറൻസ് ഇൻ 7 days. ഈ പ്രോഡക്റ്റ് ആണ്, ഇതാണ് നമ്മുടെ USP ആയിട്ട് നമ്മൾ ഇന്ന് അടുത്ത ലാസ്റ്റ് 2 years ആയിട്ട് വെച്ചിരിക്കുന്നത്. എനി എന്റർപ്രണർ ദേ കൻ അപ്ലൈ ഓൺലൈൻ KFC.org അപ്ലൈ ചെയ്യുക. വിതിൻ എ ഡേ ബ്രാഞ്ച് വിൽ ടേക്ക് ദ ഡേറ്റ ഫ്രം ആൾ സോഴ്സസ്. നെക്സ്റ്റ് 3 days ബ്രാഞ്ച് വിൽ പ്രോസസ് ആൻഡ് വിതിൻ 7 days യു വിൽ ഗെറ്റ് ആൻ ഇൻ പ്രിൻസിപ്പൽ ക്ലിയറൻസ്. സോ MSME സെക്ടറിൽ ഇന്ന് പൊതുവെ കാണുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു ലോൺ കിട്ടുമോ കിട്ടൂലേ, അതൊരു 3 months, 6 months, 1 year വരെ പോകുന്ന കേസിലുണ്ട്. സോ ആ ഇഷ്യൂ നമ്മുടെ KFC ടോട്ടലി സോൾവ് ചെയ്ത് കഴിഞ്ഞു. വിതിൻ 7 days എനി MSME യൂണിറ്റ് those are applying online will get an in principle clearance. Then subsequently if you file an application with the documents, 15 days time ആണ് നമ്മുടെ പ്രോസസിംഗ് ടൈം. വിതിൻ 15 days loans will be sanctioned. സോ അതാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലേറ്റസ്റ്റ് ആയിട്ട്. ഇനി ഫർദർ ഓൺലൈൻ വഴിയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രോസസിംഗ് ദാറ്റ് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ്, ഓൺലൈൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് KFCയെ പറ്റി മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രോഡക്ട്സ് അറിയാവുന്നതുകൊണ്ടും നമ്മുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റിലോട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ യെസ്റ്റർഡേ ചീഫ് മിനിസ്റ്റർ ഇൻ ഹിസ് മീഡിയ സ്പീച്ച് ഈവനിങ്ങിലൂടെ മീഡിയ ബ്രീഫിംഗിൽ ഡിക്ലെയർ ചെയ്ത ഒരു സ്കീമാണ് KFC is going to launch a new product, innovative product, up to 50 lakhs loans. KFC will give at 7% of interest. That is henceforth. So ഇന്ന് മുതൽ വരുന്ന ഏത് MSME സെക്ടറിനും, സോ ആ MSME 2 ടൈപ്പിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ന്യൂ MSME യൂണിറ്റ്, എനി MSME യൂണിറ്റ് കമ്മിങ് അപ്പ് ഇൻ കേരള henceforth will get a loan at 7%. സോ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടപ്സ് ആണ്. കേരളത്തിൽ ഏകദേശം 2300 സ്റ്റാർട്ടപ്സ് അക്രോസ് ദ സ്റ്റേറ്റ് they are struggling in COVID period. So അതിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ട്, അതിലാർക്കും ഫണ്ട് ചെയ്യാൻ താല്പര്യമില്ല. ഈവൻ ദോ ബാങ്ക്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഈവൻ KFC ഉണ്ട്.
സോ പലരും സ്റ്റാർട്ടപ്സിനെ ഫണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അവർ സ്ട്രഗിൾ ചെയ്യാണ്. സോ സ്റ്റാർട്ടപ്സ് അത് പുതിയതാണെന്നില്ല, ലാസ്റ്റ് 10 years കേരളത്തിൽ സെറ്റ് ചെയ്ത സ്റ്റാർട്ടപ്സ്, സ്റ്റാർട്ടപ്പിന് ഒറ്റ റിക്വയർമെന്റ് ഉള്ളൂ, ദേ ഷുഡ് ഹാവ് രജിസ്റ്റേർഡ് വിത്ത് സ്റ്റാർട്ടപ്പ് മിഷൻ. സോ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്സ് ലാസ്റ്റ് 10 years ആയിട്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഓപ്പറേഷനിലുള്ള സ്റ്റാർട്ടപ്സ് അവർ ബാങ്കിൽ നിന്നും വേറെ സ്ഥാപനത്തിൽ വായ്പ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ സ്കീം അനുസരിച്ച് എലിജിബിൾ ആയിരിക്കും. ദെൻ ന്യൂ MSME യൂണിറ്റ്സ്, എനി MSME യൂണിറ്റ്, അത് നമ്മൾ 2-3 കണ്ടീഷൻസ് വെക്കുന്നുള്ളൂ. ആ MSME യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്റർപ്രണറിന്റെ ഏജ് ഷുഡ് ബി 18 to 50. സോ 18 മുതൽ 18 മുതൽ 50 വയസ്സുള്ള പ്രായത്തിലുള്ള ഏത് MSME എന്റർപ്രണറിനും പെർമനന്റ്ലി എംപ്ലോയ്ഡ് ആയിരിക്കരുത്. ദെയർ സിബിൽ ആൻഡ് KYC ഷുഡ് ബി സാറ്റിസ്ഫാക്ടറി. സോ ഈ 3 ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ, if they have a proper business idea, if they are willing to do a business, so KFCയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നാളെ മുതൽ ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. സോ ആ സ്കീമിന് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന പേര് ചീഫ് മിനിസ്റ്റേഴ്സ് എന്റർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്. ആ പ്രോഗ്രാം വഴി KFCയുടെ വെബ്സൈറ്റിൽ എനിബഡി ക്യാൻ ലോഗിൻ ആൻഡ് ഓൺലൈൻ അപ്ലൈ. സോ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ, there will be a selection committee, there is a technical committee will be there. So committee will interview. So COVID ആയതുകൊണ്ട് mostly interview will be over the video conference. So video conference വഴി that particular group or entrepreneurs ആ യൂണിറ്റിനെ നമ്മൾ ഒരു വയബിലിറ്റി ഇനിഷ്യൽ ബിസിനസ് ഐഡിയ ഒന്ന് ഫീസിബിൾ ആണോ നോക്കിയതിനു ശേഷം they will be empaneled in the list. So then 5 days of entrepreneur training ആണ് നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത്. 5 days ട്രെയിനിങ്ങും വെബിനാർ വഴിയായിരിക്കും. So probably after 7 days we will have a webinar over all across the state. നമുക്ക് ആ ഒരു 30 എന്റർപ്രണേഴ്സ് ബാച്ച് ഉണ്ടാക്കിയതിനു ശേഷം 5:30 വരെയുള്ള സമയം കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസരം തരണേ. 5:30 മണി വരെ ഉള്ളതിന് സമയം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം. സോ എന്റർപ്രണേഴ്സിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു, സെലക്ഷൻ എടുക്കുന്നു, ട്രെയിനിങ് എടുക്കുന്നു. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം വി വിൽ ഗിവ് 50 lakhs ലോൺ. ദാറ്റ് ഈസ് 90% ഓഫ് പ്രോജക്ട് കോസ്റ്റ്. നമ്മുടെ പ്രോജക്ട് കോസ്റ്റ് 50 lakhs ആണെന്ന് വെച്ചോളൂ. അതിൽ 40 lakhs വരെ KFC ഫണ്ട് ചെയ്യും. സോ നമ്മളെ പ്രൊമോട്ടറിന്റെ കോൺട്രിബ്യൂഷൻ 10% മതി. 7% ആയിരിക്കും ഇൻട്രസ്റ്റ്. റീപേയ്മെന്റ് പീരീഡ് കംഫർട്ടബിൾ റീപേയ്മെന്റ് പീരീഡ് കൊടുക്കും. ദെൻ അഡീഷണലി വി വിൽ ഹാവ് മെന്ററിംഗ് സർവീസ് ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് സർവീസ്. സോ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നമുക്കറിയാം, ലാസ്റ്റ് 2011 മുതൽ 2016 വരെ KFC സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമായിരുന്നു കേരള സ്റ്റേറ്റ് എന്റർപ്രണർ ഡെവലപ്മെന്റ് മിഷൻ. വി ഹാവ് ഫോം 2000 IT സെക്ടർ, നോൺ IT സെക്ടർ സ്റ്റാർട്ടപ്സും യൂണിറ്റ്സും കേരളത്തിൽ ഫോം ചെയ്ത എക്സ്പീരിയൻസ് വെച്ചാണ് ഈ സ്കീം കൊണ്ടുവരുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് സ്കീം ആയിരിക്കും. So next 5 years we are targeting 5,000 MSME units. 5,000 MSME units ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇനി കേരളത്തിൽ വരാൻ പോണ എല്ലാ MSME സെക്ടറും ആവറേജ് MSME സെക്ടറിന്റെ സൈസ് 10 lakh to 2 crores ആണ് കേരളത്തിൽ വരുന്ന ഒരു MSME യൂണിറ്റിന്റെ സൈസ്, ലോൺ സൈസ് വരുന്നത്. സോ almost all MSME units, 70 to 80% MSME units will cover under the scheme. So even 7% ഇൻട്രസ്റ്റ് കൂടാതെ ഗവൺമെന്റിന്റെ 30% ക്യാപിറ്റൽ സബ്സിഡി കിട്ടും. സോ ഇൻ എഫക്ട് എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോണ MSME സെക്ടറെല്ലാം ഈ സ്കീം യൂസ് ചെയ്യാം. 7% ആയിരിക്കും ഇൻട്രസ്റ്റ്. 50 ലക്ഷം വരെ വായ്പ കിട്ടും. 90% വായ്പ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവും. വളരെ ലിബറൽ ടേംസ് ആണ്. സെക്യൂരിറ്റി എല്ലാം വളരെ നോർമലി കൊളാറ്ററൽ വേണ്ടാത്തൊരു സ്കീം ആയിരിക്കും. സെക്യൂരിറ്റി വളരെ ലിബറലൈസ് ആയിരിക്കും. വേറെ പോസിബിൾ നമ്മൾ CGTMS കവർ ചെയ്യാൻ ശ്രമിക്കും. സോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമാണ് കേരളത്തിന് മുമ്പിൽ KFC ലോഞ്ച് ചെയ്യുന്നത് ത്രൂ ഗവൺമെന്റ്. വളരെ ഇതാണ് എന്റെ ഇന്നത്തെ സമയം കുറവായത് കൊണ്ടും കൂടുതൽ പ്രോഡക്ട്സിലോട്ട് പോകുന്നില്ല. ഈ സ്കീമിൽ സ്പെസിഫൈ ചെയ്ത് ഞാൻ എന്റെ ഡിസ്കഷൻ നിർത്തുകയാണ്. MSME ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ഇൻചാർജ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് സർ, മറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഡിഗ്നറ്ററീസിനെല്ലാം വളരെ നന്ദി പറയുന്നത്. KFCക്ക് ഒരു അവസരം തന്നതിൽ വളരെ നന്ദി സർ. താങ്ക്സ്. Thank you very much. Thank you very much, Prakash. It was quite enterprising. 9% in existing customers in loan. Pudhiya projects in 7% in startup loans. These are very, very attractive. You can be rest assured there will be many customers whom